ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പച്ചപ്പയർ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് സ്ലൈസ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം വേപ്പില കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പയറിട്ട് കൊടുക്കണം. ഞാനൊരു 400 ഗ്രാംസ് പയറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലോട്ട് ഈ സമയം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പയറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. 3-4 മിനിറ്റ്സ് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. പയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങയും പച്ചമുളകും കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടൊരു 6 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. ഓവറായിട്ട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 4 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. പയർ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചേർത്ത് ചതച്ച് വെച്ച തേങ്ങയാണ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഉപ്പിന് വേണമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ്സ് കൂടെ ഓപ്പൺ ചെയ്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ തോരനും ഉപ്പേരിയെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്കപ്പോൾ ഇതൊരു 2-3 മിനിറ്റ്സ് ഇളക്കി കൊടുത്തിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ തോരൻ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തോരൻ റെഡി ആയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്